വൈറ്റ് ഹൗസിലെ ട്രേഡ് ആൻഡ് മാനുഫാക്ചറിംഗ് സീനിയർ കൗൺസിലർ പീറ്റർ നവാരോ ബ്രാഹ്മണരുടെ സാമ്പത്തിക പ്രവർത്തനങ്ങളെ കടുത്തതായി വിമർശിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ്. ഇന്ത്യൻ ജനതയുടെ ചെലവിൽ ലാഭം കൊയ്ത്തുണ്ട്, അത് നിർത്തണം എന്ന് അദ്ദേഹം വളരെ വ്യക്തമായി പ്രസ്താവിച്ചതോടെ വിവാദങ്ങൾക്ക് തിരികൊളുത്തിരിക്കുകയാണ്. നവാരോയുടെ പ്രസ്താവനകൾ ഇന്ത്യൻ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്ന സാമ്പത്തിക പ്രതിസന്ധികൾക്കും രാജ്യത്തിന്റെ അന്താരാഷ്ട്ര സാമ്പത്തിക ഇടപാടുകൾക്കും പുതിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട്. വിപുലമായ വാണിജ്യ ബന്ധങ്ങൾ, രാജ്യാന്തര എണ്ണ കമ്പനികളുമായുള്ള ഇടപാടുകൾ, ട്രേഡ് പോളിസികൾ എന്നിവയെ സംബന്ധിച്ചവയാണ് അദ്ദേഹം പ്രധാനമായും വിമർശിക്കുന്നത്. നവാരോയുമായുള്ള അഭിമുഖത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു മികച്ച നേതാവാണ് എന്ന കാര്യം അദ്ദേഹം വ്യക്തമായി അംഗീകരിക്കുകയാണ്. എന്നാൽ മോദി എങ്ങനെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായും സഹകരിക്കുന്നു എന്നത് അദ്ദേഹം വ്യക്തമാക്കുന്നില്ലെന്നും അദ്ദേഹം പറയുകയാണ്. ഈ പ്രസ്താവന ഇന്ത്യയുടെ അന്താരാഷ്ട്ര ബന്ധങ്ങളിലെ സങ്കീർണതയും സമകാലിക ജിയോ പൊളിറ്റിക്കൽ സാഹചര്യങ്ങൾക്കിടയിൽ ഇന്ത്യൻ നയങ്ങൾ എത്ര പ്രകാരമാണ് പ്രവർത്തിക്കുന്നതെന്നും വിശദീകരിക്കാൻ സഹായിക്കുകയാണ്. ലോകത്തിൻ്റെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തെ ജനങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി എങ്ങനെ റഷ്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളുമായി സഹകരിക്കുന്നു എന്ന് വിശദീകരിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. നവാരോ പറയുന്നു, ഈ പ്രസ്താവന ജനങ്ങൾക്ക് അവരുടെ സാമ്പത്തിക നികുതി, ട്രേഡ് നയം, ആഗോള ഇടപാടുകൾ എന്നിവയെക്കുറിച്ച് ബോധവൽക്കരണം നൽകുന്ന ഒരു മുന്നറിയിപ്പായി കാണാവുന്നതാണ്. വിപുലമായ അന്താരാഷ്ട്ര വ്യാപാര മേഖലയിൽ US-ഇന്ത്യ ബന്ധത്തിന്റെ അടുത്തിടെ ഉണ്ടായ പ്രതിസന്ധി നവാരോയുടെ പ്രസ്താവനകൾക്ക് കൂടുതൽ ശക്തി പകരുന്ന ഒന്നാണ്. ട്രേഡ്, താരിഫ്, എക്സിറ്റ്, ഇമ്പോർട്ടഡ് മാർക്കറ്റുകൾ എന്നിവയ്ക്ക് വന്ന മാറ്റങ്ങൾ US ഭരണകൂടത്തിന്റെ വ്യവസായ സംവരണങ്ങൾക്കും വലിയ പ്രാധാന്യമുണ്ട്. ഈ സാഹചര്യത്തിൽ നവാരോ ഇന്ത്യയെ ലക്ഷ്യമാക്കി നടത്തുന്ന വിമർശനങ്ങൾ വ്യാപാര രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ കൂടുതൽ സാരമായ ചർച്ചകൾക്ക് ഇടയാക്കിയിട്ടുണ്ട്.